മുടി കൊഴിച്ചിലുള്ള ആളുകൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു 3 കാര്യങ്ങൾ ഞാൻ പറയാം. ആദ്യത്തെ കാര്യം ഷവർ ചെയ്യരുത്. ഈ ഷവർ ചെയ്യാന്ന് വെച്ചാൽ കുളിക്കുമ്പോൾ നിങ്ങൾ ഷവറിങ് ചെയ്യുമ്പോൾ ആ ഷവറിൻ്റെ ഉള്ളിൽ കൂടി ഇമ്പ്യൂരിറ്റീസ് കൂടുതലുണ്ടാവും. കാരണം കുറേ കാലമായിട്ട് കെട്ടിക്കിടക്കുന്ന ആ ഇമ്പ്യൂരിറ്റീസ് ആ ഷവറിൻ്റെ ആ ഹെഡിൽ കെട്ടിക്കിടക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഓരോ തവണ കുളിക്കുമ്പോഴും ആ വെള്ളം ആ ഇമ്പ്യൂരിറ്റീസിനെ ടച്ച് ചെയ്തിട്ടാണ് നിങ്ങളുടെ തലയിൽ വന്ന് വീഴുന്നത്. അപ്പോൾ മെയിനായിട്ട് ഇത് കാണുന്നത് കൂടുതലായിട്ടും ആ ഇമ്പ്യൂരിറ്റീസിനകത്ത് ഫ്ലൂറൈഡ്സിൻ്റെ അംശം കാണാറുണ്ട്. അപ്പോൾ ആ ഫ്ലൂറൈഡും കാര്യങ്ങളൊക്കെ കൂടി നിങ്ങളുടെ മുടീനെ പ്രോബ്ലം ആക്കാറുണ്ട്. പിന്നെ ആ പ്രഷർ വളരെ കൂടിയ പ്രഷറിലാണല്ലോ വന്ന് തലയിൽ മീൻസ് നിങ്ങൾ തലയിൽ വീഴുന്നത്. അതുകൊണ്ട് ആ പ്രഷർ ഇൻറ്റൻസ് ആകുമ്പോൾ കാലക്രമേണ അവിടെ ആ ഏരിയയിൽ മുടി കൊഴിയാനും കഷണ്ടി ആവാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഷവറിങ് ഒഴിവാക്കുക. രണ്ടാമത്തെ കേസ് മുട്ടേൻ്റെ വെള്ള, പ്രത്യേകിച്ച് വേവിക്കാത്ത മുട്ട കഴിക്കരുത്. അതേപോലെ തന്നെ ബോയിൽഡ് എഗ്ഗ് ആണെങ്കിലും അതിൻ്റെ വൈറ്റ് വളരെ കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല. റെഗുലർ ഇടുന്ന രീതിയിൽ എഗ് വൈറ്റ് കഴിക്കാതിരിക്കുക മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ. കാരണം എന്താ വെച്ചാൽ ഈ എഗ് വൈറ്റിൻ്റെ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ എഗ് വൈറ്റിൽ അവിഡിൻ എന്ന് പറയുന്നൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ അവിഡിൻ എന്താ ചെയ്യുക വെച്ചാൽ നമ്മളെ ശരീരത്തിലുള്ള മുടിക്ക് വേണ്ട വൈറ്റമിനാണ് വിറ്റാമിൻ ബയോട്ടിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ബയോട്ടിൻ. ഈ ബയോട്ടിൻ്റെ പ്രവർത്തനത്തിനെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുകയാണ് ഈ അവിഡിൻ ചെയ്യുക. അപ്പോൾ ഈ അവിഡിൻ കൂടുതൽ കഴിച്ചാൽ ബയോട്ടിന് അവിടെ ആക്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബയോട്ടിൻ ആണ് മുടിക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ. അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യാൻ പറ്റാതെ ബയോട്ടിൻ അവിടെ കൊഴിഞ്ഞു പോകും. മീൻസ് അവിടെ മുടി കൊഴിച്ചിൽ ഉണ്ടാവും കൂടുതലായിട്ട്. കാരണം ബയോട്ടിൻ്റെ ആക്ഷൻ അവിടെ ഇല്ലാതെ ആവും. അപ്പോൾ അധികം എഗ് വൈറ്റ് കഴിക്കേണ്ട. എഗ് വൈറ്റിലാണ് ഇത് കൂടുതലായിട്ടുള്ളത് ഈ അവിഡിൻ. ഓക്കെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ കൂടുതലായിട്ടും ഈ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ ഭയങ്കര മീൻസ് നിങ്ങൾ ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റിനായിട്ട് യൂസ് ചെയ്യുന്ന ഷാമ്പു ശ്രദ്ധിക്കുക. കാരണം കീറ്റോകോണസോൾ ഷാമ്പുവാണ് അധികം ആളുകളും യൂസ് ചെയ്യുക. പക്ഷേ ഈ കീറ്റോകോണസോൾ ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ കൂടുതലും മുടി കൊഴിയാറുണ്ട്. ഡാൻഡ്രഫ് മാറും, പക്ഷേ അതിൻ്റെ കൂടെ മുടിയും കൊഴിയാറുണ്ട്. അപ്പോൾ കീറ്റോകോണസോളിൻ്റെ ഷാമ്പുക്ക് പകരം സാലിസിലിക് ആസിഡ് കണ്ടൻറ്റുള്ള ഷാമ്പു യൂസ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡാൻഡ്രഫ് ഉള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. താങ്ക് യു.